ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. കഴിഞ്ഞ 5 ദിവസത്തെ ഒരു സെല്ലിങ്ങിന് ശേഷം ഇന്നലെ നിഫ്റ്റിയിലൊരു സ്ട്രോങ് റിക്കവറി നമ്മൾ കണ്ടു. നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തന്നെ ഓട്ടോ സെക്ടർ, എസ്പെഷ്യലി ഹീറോ മോട്ടോകോർപ്പും കൂടാതെ തന്നെ IT സെക്ടറിൻ്റെ റിക്കവറി കാരണം നിഫ്റ്റി ഇന്നലെ 24,750 അടുത്താണ് നിഫ്റ്റിയുടെ നിൽപ്പ്. എന്നാൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് അതിഗംഭീരമായ രീതിയിൽ, പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡോയും നാസ്ഡാക്കും എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ US ഫിയർ ഇൻഡെക്സ് ആയിട്ടുള്ള US വിക്സും കൊളാപ്സ് ചെയ്തു 12% മുകളിൽ. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് കണ്ടുവരാം. ഏറ്റവും താഴെ കാണാം US വിക്സ് 12% ഫോളായി. നാസ്ഡാക്ക് 400 പോയിൻറ്റ്, ഡോ 500 പോയിൻറ്റ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവാണ്. ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ ഫ്യൂച്ചറും US ഫ്യൂച്ചറും അതല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും പോസിറ്റീവായ നിലയിൽ നിലകൊള്ളിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ട്രംപ് ഓൾറെഡി തന്നെ നമുക്ക് താരിഫുണ്ട്, അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ ഇന്നലെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ പെനാൽറ്റിയും അല്ലെങ്കിൽ താരിഫും എല്ലാം തന്നെ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചേക്കാമെന്നുള്ള ട്രംപിൻ്റെ പുതിയൊരു സോഷ്യൽ മീഡിയ കമൻറ്റ് ഇന്ത്യനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യനെ മുൻനിർത്തി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഇപ്പോൾ നടക്കുന്ന ഏഷ്യൻ മാർക്കറ്റിൻ്റെ റാലിയിൽ ഫസ്റ്റ് ഹാഫിലെങ്കിൽ കൂടിയും ട്രംപിൻ്റെ ഒരു പ്രസ്താവനയെ കുറച്ച് ഒരു സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ കുറച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് ഈ ഒരു മന്തിലെ ഫസ്റ്റ് സെൻസെക്സിൻ്റെ എക്സ്പയറി. കൂടാതെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് 2ാം ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം എല്ലാം തന്നെ വരും. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാക്കുമോ അല്ലെങ്കിൽ നിലനിർത്തുമോ കൂട്ടുമോ എന്നുള്ളൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ 10 മണിക്ക്, നാളെ 10 മണിക്കാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ നിഫ്റ്റി 24,722 സ്പോട്ടുള്ളത്. 25,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിലകൊള്ളുന്നത്. സപ്പോർട്ട് സോണുകൾ 24,600, 24,500 എന്ന റേഞ്ചുകളാണ്. അതുപോലെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് ഇന്ന്. 81,018 സ്പോട്ട്. 81,500ഉം 82,000 മേജർ റെസിസ്റ്റൻസുകളായിട്ട് നിലകൊള്ളുമ്പോൾ 80,500 സപ്പോർട്ട് സോൺ. PCR നിഫ്റ്റിയും സെൻസെക്സും 0.9 0.5 ഒക്കെ ഉണ്ടായതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ 0.9 വരെ എത്തി. എബോവ് 1 PCR പുട്ട് കോൾ റേഷ്യോ ബുള്ളിഷായ രീതിയിൽ മാർക്കറ്റ് കാണുന്നത്. ഇതെല്ലാം തന്നെ സെൻസെക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ഓപ്പൺ ഇൻട്രസ്റ്റുകളാണ്, അല്ലാതെ എൻ്റെ പ്രൊഡിക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ നേരത്തെ കണ്ട സെൻസിബിൾ പോലുള്ള ആപ്ലിക്കേഷൻസ് അപ്സ്റ്റോക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആണ്. കൂടാതെ തന്നെ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങും ഫ്രീ ആണ്. ഏറ്റവും ഇന്ത്യയുടെ ലീഡിംഗ് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ, അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തുക. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം DLF ആണ്. റിയലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16% ഇയർ ഓൺ ഇയർ ഉയർന്ന് 762 കോടി രൂപയായി. സോണ BLV കമ്പനി നെറ്റ് പ്രോഫിറ്റ് 12% ഇയർ ഓൺ ഇയർ ഫോളായി 142 നിന്ന് 124 ഇടിഞ്ഞു. ഓറോമിൻഡോ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 824 കോടി രൂപയാണ്. 10% ആണ് കുറഞ്ഞത്. 918 ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഡെൽറ്റ കോർപ്പ് ഗെയിമിംഗ്, കാസിനോ, ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ്. 36% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി. BML കമ്പനി അവർക്ക് ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്ന്, ഇന്ത്യൻ ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്ന് 8x8 കപ്പാസിറ്റിയുള്ള ഹൈ മൊബിലിറ്റി വെഹിക്കിൾസിൻ്റെ ഓർഡർ ലഭിച്ചു. 282 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഗോഡ്ഫ്രൈ ഫിലിപ്സ് സിഗരറ്റ് നിർമ്മാതാക്കൾ 230 നിന്ന് 360 പ്രോഫിറ്റ് ഉയർത്തി. സൈമൻസ് എനർജി കമ്പനി 150 നിന്ന് 260 പ്രോഫിറ്റ് ഉയർത്തി. ആസാദ് എഞ്ചിനീയറിംഗ് കമ്പനി 17 നിന്ന് 30 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. കീനസ് ടെക് കമ്പനി തമിഴ്നാട് ആയിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കീനസ് ടെക് കമ്പനി ധാരണയായി. വാൻബറി കമ്പനി 10 നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കൂടാതെ തന്നെ GPT ഇൻഫ്ര 16 നിന്ന് 23 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബട്ടർഫ്ലൈ ഗാന്ധിപതി 2 കോടി രൂപയിൽ നിന്ന് 6 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇപ്പോഴുള്ള ന്യൂസുകൾ. വൈകിട്ട് നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് ന്യൂസൊക്കെ ആയിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം വീണ്ടും നേരുന്നു. താങ്ക് യു.